കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി ആവശ്യപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ് സാവകാശം തേടുന്നു. 2 ആഴ്ച അനുവദിക്കണമെന്നാണ് ആവശ്യം. ഇന്ന് രേഖകൾ ഹാജരാക്കാനായിരുന്നു ഇഡിയുടെ നിർദ്ദേശം. വിനീത വിജിയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഒരു സാവകാശം തേടിയിട്ടുണ്ടല്ലോ എം വർഗീസ്, വിവരങ്ങൾ എന്താണ്? പിന്നെ ഹാജരാവില്ലെന്നാണോ വിനീത? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് ക്രിസ്റ്റീന. ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഹാഷ്മി നേരത്തെയും എം വർഗീസ് ഇഡിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇഡി ചില വിവരങ്ങൾ എം വർഗീസിൽ നിന്ന് തേടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും ഒപ്പം തന്നെ കീഴ്ഘടകത്തിന്റെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഡി എം വർഗീസിൽ നിന്ന് തേടിയത്. ഈ വിവരങ്ങളൊക്കെ തന്നെ നൽകാമെന്ന് എം വർഗീസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ തനിക്ക് സാവകാശം വേണമെന്നാണ് എം വർഗീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 ആഴ്ചത്തെ അവകാശം ഈ വിവരങ്ങൾ നൽകാൻ വേണമെന്ന് അദ്ദേഹം ഇഡിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അംഗീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് എന്താണെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരായേ മതിയാകൂ എന്നാണ് ഇഡിയുടെ നിലപാട്. ഒപ്പം തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ, രേഖകളൊക്കെ ഇന്ന് തന്നെ ഹാജരാക്കണമെന്നും ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് മെയ് 1 അവധി ദിനമാണ്. മറ്റ് ജില്ലയിലൊക്കെ നിരവധി പരിപാടികളുണ്ട്. ആയതിനാൽ തന്നെ ഒഴിവാക്കണമെന്നായിരുന്നു എം വർഗീസിന്റെ ആവശ്യമുണ്ടായിരുന്നത്. നേരത്തെയും പലതവണ ഈ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ എം വർഗീസിന് ഇഡി നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ആ തിരക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ 6 തവണ ഇഡി എം വർഗീസിനെ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസവും ആ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് കൈയോടെ തന്നെ എം വർഗീസിന് ഇഡി നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ ഹാജരാകാൻ കഴിയില്ലെന്ന് എം വർഗീസ് അന്നേരം തന്നെ ഇഡി ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. പക്ഷേ എം വർഗീസിന്റെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറല്ല ഇഡി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇന്ന് ഹാജരായില്ലെങ്കിൽ വീണ്ടും സമൻസ് നൽകുകയോ അല്ലെങ്കിൽ മറ്റ് കടുത്ത നടപടിയിലേക്ക് പോകാനോ ആണ് ഇഡിയുടെ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന.